ക്ഷേത്ര ദർശനം കഴിച്ച് തിരിച്ച് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. തിരുവുത്സവമായ നാളെ 7 മണിക്ക് വൈകുന്നേരം 7 മണിക്ക് അമ്മയ്ക്ക് തിരുഭാവരണം ചാർത്തി വാദ്യഘോഷങ്ങളോടുകൂടി ദീപാരാധനയും വിളക്കും. അത് കഴിഞ്ഞാൽ 7:30 ഈ വർഷത്തെ ഏറ്റവും നല്ല നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും. കൂനയിൽ കന്യമ്മ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഇതൊരു ചെറിയൊരു അമ്പലമാണ്. ആദ്യം ഇവിടെയാണ് ഉത്സവം തുടങ്ങുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഉത്സവം തുടങ്ങുന്നത്. ഇത് ദേവി, ഒരു ചെറിയ പെൺകുട്ടി ദേവിയാണ് എന്നാണ് അറിയപ്പെടുന്ന സങ്കല്പം. ഇതിൻ്റെ ഐതിഹ്യം പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു കല്ലാണ്, ഒരു പാറക്കല്ല്, നല്ല പരന്ന ഒരു പാറക്കല്ലാണ്. ഈ ഒരു വസ്തുവിൽ കിടക്കുകയായിരുന്നു. അപ്പം ഈ പാറക്കല്ല് പലരും എടുത്തുകൊണ്ട് വീട്ടിൽ തുണി കഴുവാനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ കൊണ്ടുവന്ന് തുണി കഴുവാൻ ഈ കല്ലിട്ടിട്ട് രാത്രിയാകുമ്പോൾ നിലവിളിയും ഒക്കെ സൗണ്ട് കേൾക്കുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. പേടിയാവും. അങ്ങനെ തിരിച്ച് ആളുകൾ ഈ കല്ല് കിടന്നെടുത്ത് തന്നെ കൊണ്ടിട്ട് പിന്നെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അവർക്കെല്ലാം ഈ അനുഭവം വന്ന് എല്ലാവരും ഈ കിടന്ന സ്ഥലത്ത് തന്നെ ഈ കല്ല് കൊണ്ടിട്ട് അങ്ങനെ ആരോ ഒരാൾ അവിടെ ചന്ദനത്തിരി കത്തിച്ച് തുടങ്ങി. പിന്നെ ഓരോരുത്തർ വിളക്ക് കത്തിച്ച് തുടങ്ങി. അങ്ങനെ അതൊരു ക്ഷേത്രമായി, ചെറിയൊരു യാത്രയായിട്ട് ആളുകൾ കെട്ടി. പിന്നെ അതിനകത്ത് വിളക്ക് കത്തിപ്പായി. പിന്നെ ഓരോരുത്തർ വന്ന് ഓരോ കാര്യങ്ങൾ നേരുമ്പോഴത്തേക്ക് അത് സാധിക്കും. അങ്ങനെ അവിടെ വന്ന് പായസം വയ്ക്കും. അങ്ങനെ ആ ഏരിയയിലുള്ളവരെല്ലാം എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പം അവിടെ കന്യമ്മയെടുത്ത് വന്ന് നേരുമ്പോഴത്തേക്ക് അവരെ കാര്യം സാധിക്കും. അങ്ങനെ അവർ പായസം അവിടെ നേരും. അങ്ങനെ ഓരോരുത്തർ പറയാൻ തുടങ്ങി. എന്തെങ്കിലും നമുക്ക് ആഗ്രഹം സാധിക്കണമെങ്കിൽ ഇവിടെ കന്യമ്മയെടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പായസം നടത്താമെന്ന് നേർന്നാൽ നടക്കുമെന്ന് പറഞ്ഞ് ഓരോരുത്തർ അറിഞ്ഞ് ഇവിടെ വരാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, പായസം വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ആളുകളെല്ലാം കൂടി ചേർന്ന് പൈസ പിരിച്ച് ഇച്ചിനും കൂടി ഒരു വലിയ അമ്പലം കിട്ടി. പിന്നെ ചെറിയ ഉത്സവമായി. ഇപ്പോൾ ഉത്സവം ഒത്തിരി ആളുകൾ നേർച്ചകൾ കൊടുക്കും. പേർഷ്യയിൽ അവിടെ നിന്നും ഇവിടെ നിന്നും പരിപാടി നേരും. അങ്ങനെ ഇപ്പോൾ അമ്പലം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടി ദേവിയാണെന്നാണ് അറിയപ്പെടുന്നത്. ദേവിക്ക് കൈകൊട്ടിക്കളി ഇഷ്ടമാണ്. അതുകൊണ്ട് അവിടെ ഉത്സവത്തിൻ്റെ അന്ന് പെൺകുട്ടികളുടെ കൈകൊട്ടിക്കളിയാണ് പ്രത്യേകമായിട്ട് അവിടെ നടത്തുന്നത്. ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് കന്യമ്മ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാ ആളുകളും അവിടെ വന്ന് തൊഴുവും, പൂജ, നേർച്ച എല്ലാം നടത്തും. അങ്ങനെ ആ ക്ഷേത്രമാണ് കന്യമ്മ ക്ഷേത്രം. അവിടുത്തെ ഉത്സവമാണ് ഇന്ന്. ഡിസംബർ 26ഉം 27ഉമാണ് അവിടുത്തെ ഉത്സവം. പുതിയ വീഡിയോകളുമായി ഇനിയും വരുന്നതാണ്. എനിക്ക് ചെറിയ ജലദോഷമാണ്, അതുകൊണ്ടാണ് തൊണ്ട അടച്ചിരിക്കുന്നത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. എന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഇനിയും പുതിയ വീഡിയോകളുമായി വരുന്നതാണ്. അതുവരെ ഹായ് സുഹൃത്തുക്കളെ.